നമ്മൾ മുറ്റം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കിയുള്ളതും കൂടി ക്ലീനാക്കി എടുത്ത് നമ്മുടെ കാട് പോലെ കിടക്കണ ഇവിടെ നിന്നുള്ളവരെയൊക്കെ മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം ഈ കാടൊന്ന് വെട്ടിത്തെളിച്ച് ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട്. എന്തായാലും അത് ഇന്നും നാളെയായിട്ട് കഴിക്കണം എന്നുള്ളതിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ചട്ടികളൊക്കെ ശരിയാക്കി വെച്ച് മൊത്തത്തിലൊന്ന് നീറ്റാക്കി എടുത്തു. അപ്പോൾ ഒരു ആനച്ചന്തയ്ക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി ഇതായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പറിച്ച് നടലും മാറ്റി വയ്ക്കലും വിത്ത് പാവലൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെടികൾക്ക് കാൽസ്യം കുറവുണ്ടെങ്കിൽ അറിയാനായിട്ടൊരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ മാറ്റി വെച്ച് വൃത്തിക്കാക്കിയ ചെടികളാണ് ഇവരൊക്കെ. പിന്നെ കുറച്ച് പുതിയ ചെടികൾ, സ്റ്റാർ സീനിയയുടെ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുകൊടുത്തു. അതുപോലെ നമ്മുടെ ചൈനീസ് ബാൾസത്തിനെയൊക്കെ വെയിലത്തേക്ക് എടുത്ത് വെച്ച് സെറ്റാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ചെടികൾക്ക് കാൽസ്യം കുറവിൻ്റെ കാര്യം. ആ കാൽസ്യം കുറവ് അറിയാനായിട്ടേ ചെടികളുടെ ഇലകൾ വരുമ്പോൾ ചെറിയ ചെറിയ ചുളുക്കുകൾ ഇലയമ്മ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. അങ്ങനെ കാൽസ്യം ഡെഫിഷ്യൻസി കൂടുമ്പോഴും മുളക് മുരടിക്കാനായിട്ടുള്ളൊരു കാരണമാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ അടക്കം നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധിക്കാവുന്നവർ കണ്ടോളോ. അതുപോലെ തന്നെ നമ്മൾ കാൽസ്യം കുറവിന് ചെയ്യണത് ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല ഡിഫറൻസ് വരും. അപ്പോൾ കാൽസ്യം കുറവും മുരടിപ്പിനൊരു കാരണമായിട്ട് പലപ്പോഴും മാറി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്താലും ഒരു പരിധി വരെ കാൽസ്യം കുറവ് പരിഹരിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ മാറ്റി വെച്ച തൈകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പുതിയ 2 അറിവുകളാണ് പുതിനയ്ക്ക് സീഡ് ഉണ്ട് എന്നുള്ളതും ഡെയ്സിയും വിത്ത് മുളപ്പിക്കാം എന്നുള്ളതും. ഈ കാണുന്ന ഡെയ്സികൾ വിത്ത് മുളച്ചിട്ടുണ്ടായ ഡെയ്സിയാണ് കേട്ടോ. ഞാൻ ഏതാണ് സൈറ്റിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ഒരു 5-6 തൈ മുളച്ചിട്ടുണ്ടായിരുന്നു. 1-2 എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ബാക്കി ഒരു 3 തൈയെ വിത്ത് മുളച്ചത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അവിടെ തന്നെയുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചോന്ന കോസ്മോസിൻ്റെ വിത്തും കിട്ടിയത് പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ ഇവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കണമല്ലോ. അങ്ങനെ എല്ലാവരെയും നനച്ച് ഇന്നത്തെ പണിയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പോകുന്നു കേട്ടോ.